തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ട് ശരിവച്ചു. തുടർ നടപടിക്കായി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. അതേസമയം ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും പൂരം അലങ്കോലമായതിൽ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനുവാണ് ചേരുന്നത്. അനു, ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ ചെല്ലുന്ന മുറയ്ക്ക് തന്നെ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടായിരിക്കും നിർണായകമായി വരിക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് എപ്പോഴേക്കും ഒരു തീരുമാനം കൈക്കൊള്ളാനാണ് മുഖ്യമന്ത്രിക്ക് സാധിക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഇപ്പോഴും റവന്യൂ മന്ത്രി പറഞ്ഞത് പ്രകാരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ഇന്ന് ഒന്നുകൂടി പറഞ്ഞ് പ്രസ്താവിക്കുകയുമായിരുന്നു. ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ നോക്കിക്കാണാം? സംഗീത, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിൽ ഒരു റിപ്പോർട്ട്, അത് ADGP MR അജിത് കുമാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അത് മുൻ സംസ്ഥാന പോലീസ് മേധാവി DGP ഷേഖ് ദർവേ സാഹിബാണ് ആ അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അതിനൊരു അംഗീകാരം നൽകിക്കൊണ്ട് അതിൽ നടപടി വേണമെന്ന് ശുപാർശ ചെയ്ത് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് സിൻഹ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കാരണം തൃശൂർ പൂരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് ADGP ആയ, പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുള്ള ADGP അറിയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് ഇടപെടുകയോ അത് പരിഹരിക്കാനോ വേണ്ടിയുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇക്കാര്യങ്ങൾ വിളിച്ച് അറിയിക്കാൻ ഒരു സംസ്ഥാന മന്ത്രി കെ രാജൻ അദ്ദേഹത്തെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നടക്കമുള്ള ഗുരുതരമായ വീഴ്ചകളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി എന്ന് DGP റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിൽ നടപടി വേണമെന്ന് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള ബിശ്വാസ് സിൻഹ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അറിയേണ്ടത് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥരാണ് MR അജിത് കുമാർ. അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമോ? അതേസമയം നമ്മൾ കുറച്ചു മുമ്പ് കേട്ട കെ രാജൻ്റെ വാക്കുകളിൽ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തൃശ്ശൂരിൽ CPI തോൽക്കാനിടയായത്, VS സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായതും സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായതും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് CPI. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി വേണം എന്നുള്ള കൃത്യമായ നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. സംഗീത, ശരിയാണ്.